അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ കോട്ടയത്തെ ലുലു മാളിലാട്ടോ. ഇനി നമുക്ക് തുടരെ വീഡിയോയിൽ കോട്ടയത്തെ ലുലു മാളിലെ വിശേഷങ്ങളൊക്കെ കാണാവേ. ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ കോട്ടയത്തെ ലുലു മാളിൽ. നമുക്ക് ലുലു മാളിൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അല്ലേ. അല്ല ഇതാ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കിടക്കുക കേട്ടോ. ഒത്തിരി ആൾക്കാരാണ്. ഈ അമ്മ ഒരുങ്ങാൻ വൈകിക്കൊണ്ടാണ് നമ്മൾ താമസിച്ചു പോയത്. അമ്മ കിട്ടി പറയൂ, ഇവിടെ മുഴുവൻ വണ്ടികളാണ്, നിന്ന് തിരിയാൻ ഇടയില്ലെന്നാണ് തോന്നുന്നത് അകത്ത് കയറുമ്പോൾ. ഫണ്ടൂറൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പിൽ തന്നെ ഫണ്ടൂറ ലുലു ഫാഷൻ സ്റ്റോർ എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മുമ്പിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈകിട്ടാകുമ്പോൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇതിലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ക്രിസ്മസ് ട്രീ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവുകയാണേ. നമ്മൾ നമ്മുടെ ലുലു മാളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അവിടെ ഒരു അതിയാനെ മാക്ഡൊണാൾഡ്സിൻ്റെ ആൾ നിൽപ്പുണ്ട്. ഇതേ കണ്ടോ നിങ്ങൾ, നമ്മുടെ മാക്ഡൊണാൾഡ്സിൻ്റെ അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലുലു മാളിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം പുതുതായിട്ട് വന്ന ലുലു മാൾ. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാളിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്, നല്ല ഈസി ആയിട്ടോ, നല്ല തണുപ്പ്, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ നേരം. അപ്പുറം ഇപ്പുറം എല്ലാം മുഴുവൻ കടകളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര വലിയ ബ്രാൻഡ്സാണ് എല്ലാം തന്നെ. പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിലാണ് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ അവിടെ ലുലു മാൾ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റിൽ മോഡൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും പോരാൻ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഞങ്ങളത് കൊടുത്തേക്കാം. ഗൈസ്, അവിടെ എല്ലാവരും ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മേളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഫാഷൻ സ്റ്റോറിലേക്ക് കയറാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആദ്യം മേളിലേക്ക് പോവുകയാണ്. മേളിൽ പോയിട്ട് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അതിനുശേഷം താഴേക്ക് വരാം. താഴെ ഉള്ളത് ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. മേളിലാണ് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോർ വരുന്നത്. അപ്പോൾ താഴെ KFC അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നു. അങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. എല്ലാ ബ്രാൻഡിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ലിഫ്റ്റ് അവൈലബിൾ ആണ്, എസ്കലേറ്റർ അവൈലബിൾ ആണ്. സ്റ്റെപ്പൊന്നും ഞങ്ങൾ കണ്ടില്ല, മൊത്തത്തിൽ അരച്ചു ചേർക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, നേരത്തെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ എസ്കലേറ്ററിൽ കയറി നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറാണ്. അങ്ങനെ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ കോസ്മെറ്റിക്സിൻ്റെ ഏരിയ ആണ്. കോസ്മെറ്റിക്സും സ്കിൻ കെയറും സാധനങ്ങളാണ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തുടങ്ങുന്ന ദിവസം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. തുടങ്ങുന്ന ദിവസം അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ലുലു മാളിൽ എപ്പോഴും ഓഫറാണ് ഉള്ളത്. കാരണം ഞാനൊരു വട്ടം എറണാകുളത്ത് ലുലു പോയപ്പം അവിടെയും കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓഫറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഫാഷൻ സ്റ്റോറിലേക്ക് എൻ്റർ ചെയ്യുമ്പം കിഡ്സിൻ്റെ ആണ് കേട്ടോ. കിഡ്സിൻ്റെ സാധനങ്ങളാണ് മുഴുവൻ വരുന്നത്. അവർക്കുള്ള ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ വാച്ച് കടയൊക്കെ ഉണ്ട്. പിന്നെ ചെരുപ്പിൻ്റെയും ടോയ്സിൻ്റെയൊക്കെ ഏരിയ ആണ് നമുക്ക് ആദ്യം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കളിപ്പാട്ടവും ചെരുപ്പും പിന്നെ അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും എല്ലാം തന്നെ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്. അപ്പം എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ എല്ലാം തന്നെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീഷർട്ട്സ്, പിള്ളേർക്കുള്ള ടീഷർട്ട്സ്, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. വാച്ച്, സ്മാർട്ട് വാച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അവരൊക്കെ അവിടെ ഇരുന്ന് സ്മാർട്ട് വാച്ചൊക്കെ നോക്കുകയാണ്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ബാഗാണ്. അവിടെ ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്ത്. നിൽക്കുന്ന സെക്യൂരിറ്റി എന്നോട് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. അങ്ങനെ ഞാൻ ചമ്മിപ്പോയി ഗൈസ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചമ്മിപ്പോയി. അതിനുശേഷം കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ചെരുപ്പിൻ്റെ കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുർത്തി 299 399 വരുന്ന കുർത്തീസാണ് ഇത് മുഴുവൻ വരുന്നത്. ഇതിൻ്റെ കൂടെ ലൈനിങ് ഒന്നുമില്ല, പ്ലെയിനായിട്ട് കുർത്തി മാത്രമാണ് വരുന്നത്. അപ്പം ഇതാട്ടോ ലുലു മാളിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഡ്രസ്സെന്ന് പറയാം. അല്ലാണ്ടുള്ള അവിടുത്തെ ഡ്രസ്സെന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ 4000, 3000, 1500 ഒക്കെയാണ് വില.
പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് കമ്മൽ മാല സെക്ഷനിലേക്കൊക്കെ പോയി. പിന്നെ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഒരു കമ്മലിന് വരെ ഒരു 300 സംതിങ് ആണ് വില വരുന്നത്. പിന്നെ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗ് ആണെങ്കിലും എല്ലാം അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബാഗിന് മാത്രമേ വിലക്കുറവ് കണ്ടുള്ളൂ. അതിന് 350 രൂപയാണ്. ബാക്കി ഇതാ ഈ കാണുന്ന ഷൂസിന് മുഴുവൻ 499 രൂപ ആണ്. അതിന് വിലക്കുറവാണ്. ആ കാണുന്ന മാല കണ്ടോ, ഞാൻ ആദ്യം കാണിച്ചേ, ആ മാലയ്ക്ക് മുഴുവൻ 1000 റുപ്പീസാണ്. അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ വളകളൊക്കെ ഉണ്ടായിരുന്നു. വളകളുടെ റേറ്റ് ഞാൻ നോക്കിയില്ല, എന്നാലും റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റേറ്റാണ്. സാധാ ഒരു ലേഡീസ് ഷോപ്പിനേക്കാളും ലേഡി ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഇത്ര റേറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റിയും കാണുമല്ലോ. പിന്നെ ഇങ്ങനെ ഹെയർ അക്സസറീസ് ഒക്കെ ഉണ്ട്. അടിപൊളിയാണ് ഹെയർ അക്സസറീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു മിറർ കണ്ട തക്കത്തിന് ഞാനും അമ്മയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുവാണ്. എന്താണ് കിളി പോവുകയാണ് എന്തോ ഗൈസ്. ഞാൻ അവിടെ കയറി ഇങ്ങനെ ഇറങ്ങി അപ്പുറം ഇപ്പുറം എല്ലാം പോയി നോക്കും. പക്ഷെ ഒന്നും തന്നെ എന്നെക്കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല വിലയാണ്. ഒരു ലിപ്സ്റ്റിക്കിന് തന്നെ നമ്മളൊരു മിനിമം ഒരു 500 രൂപയെങ്കിലും ആ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാൻ തന്നെ. എൻ്റെ കയ്യിലിപ്പം ലിപ്സ്റ്റിക്ക് ഏറെ അധികം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നീട് നമുക്ക് പൈസയൊക്കെ ഉള്ളപ്പം വന്നിട്ട് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് പൈസ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ സാധനങ്ങളൊന്നും അധികം മേടിച്ചില്ല. പിന്നെ ആ ഒരു ചേച്ചി ഏതോ ഒരു ബ്രാൻഡിൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറിൻ്റെ, എനിക്ക് തോന്നുന്നു ഫേസസ് കാനഡയാണെന്ന് തോന്നുന്നു, ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ടെസ്റ്റർ തരും കേട്ടോ. നമ്മുടെ സ്കിൻ ടോണിൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ പല ബ്രാൻഡ്സിൻ്റെ ജസ്റ്റ് ഹെർബ്സ്, അതുപോലെ തന്നെ പിൽഗ്രിം, ക്വെഞ്ച്, അങ്ങനെ എല്ലാ ബ്രാൻഡ്, മിനിമലിസ്റ്റ്, അതിൻ്റെയൊക്കെ ഓരോ പ്രോഡക്റ്റ്സൊക്കെ അവർ നമ്മളെ എടുത്ത് കാണിച്ച് ഇന്ന പ്രോഡക്റ്റ് ഇന്നതിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം പറഞ്ഞു തരും കേട്ടോ. അമ്മയോട് മെലാസ്മ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സിറത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഷാംപൂർ, അങ്ങനെ കുറേ സ്കിൻ കെയർ, മേക്കപ്പ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വലിയവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ആ ഒരു വീഡിയോ കട്ടായി പോയതായിരിക്കും. എൻ്റെ ഫോണിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. ഞാൻ എടുത്തതാണ്, പക്ഷേ സേവ് ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ ചിക്കിങ്ങിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ബർഗറാട്ടോ ഓർഡർ ചെയ്ത്. അങ്ങനെ 2 ബർഗർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ചിക്കിങ്ങിലൊന്നും പോയി കഴിച്ചിട്ടൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ഒന്നും അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡിൽ വെച്ച് ഈ ഒരു റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ഒരു 2 ബർഗറിനും കൂടി 200 സംതിങ് ആണ് ഞങ്ങൾക്ക് ആയത്. 200-300 സംതിങ് അങ്ങോട്ടാണ് ആയത്. അപ്പം ഞങ്ങൾ സാധാരണ ഇങ്ങനത്തെ ഫുഡ്സൊന്നും അധികം കഴിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എക്സ്പെൻസീവായിട്ട് തോന്നി. എന്നാലും ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തു. പിന്നെ അറിയാത്തവരൊക്കെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ അറിയാവുന്നവരൊക്കെ നമ്മളവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് അങ്ങനെ ആരെ കണ്ടൊന്നുമില്ല. കാരണം എന്നെ ആരും തിരിച്ചറിയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ. പിന്നെ പലരും പല സ്ഥലത്താണല്ലോ. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് തന്നെ എനിക്ക് വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചിക്കിങ്ങൊക്കെ കഴിച്ചു. ഒത്തിരി വെറൈറ്റി സ്റ്റോൾസൊക്കെ ഉണ്ട്, പല ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അവിടെ അന്നപൂർണ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാത്തിലും കയറി അങ്ങ് മേടിച്ച് ട്രൈ ഒന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് പാർക്കിംഗ് ഏരിയയിലെ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അകത്ത് ഇതിനേക്കാളും കൂടുതൽ ഒരു പട ആൾക്കാരാണ് ഉണ്ടാവുക എന്നെന്ന്. ഫസ്റ്റ് ഡേ ആകുമ്പോൾ തന്നെ ഇത്രയും നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്. അപ്പം ഇതിലും വലിയ തിരക്കായിരിക്കും നാളെ ലുലു മാളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഞാൻ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർ ലുലു മാളിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവിടെ മാക്ഡൊണാൾഡ്സും അതുപോലെ തന്നെ മമ്മാർത്തിൻ്റെ തന്നെ ഒരു ഷോപ്പുണ്ട് ഗൈസ്. മമ്മാർത്ത് എന്ന് പറയുന്ന സ്കിൻ കെയർ മേക്കപ്പ് ബ്രാൻഡിന് തന്നെ ഒരു കട അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ മാക്ഡൊണാൾഡ്സ് ഉണ്ട്.
പിന്നെയാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അവിടെയാണല്ലോ ഫുഡും അതുപോലെ തന്നെ സ്റ്റേഷനറി, വീട്ടു സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അവിടെയും ഒരു പുള്ളിക്കാരി എന്നെ കൈ കാണിച്ചു, വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഫോണ് കട്ടാക്കി. പിന്നെ ഞാൻ എന്നെ ഫേസ് കെയറിൻ്റെ മേക്കപ്പിൻ്റെ ഒക്കെ എടുത്ത് വന്ന് അവിടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറൊക്കെ അവൈലബിൾ ആട്ടോ. മുകളിൽ മേക്കപ്പിൻ്റെ സ്കിൻ കെയറിൻ്റെ ഭാഗത്തൊന്നും ഈ ഒരു ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനോ ഇതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷെ താഴെ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തു കേട്ടോ. എനിക്കൊരു കോമ്പാക്ട് പൗഡർ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തു. പിന്നെ കുറേ ആൾക്കാർ അവിടെ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗേൾസ് എന്ന് മാത്രമൊന്നുമില്ല, ബോയ്സും സ്കിൻ കെയർ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ അവിടെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. സ്കിൻ കെയർ മേക്കപ്പ് ആണെങ്കിലും അവർ ഒറിജിനൽ റേറ്റ് ഒന്നും എടുക്കത്തില്ല, അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാഫ്രോണൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്ലമ്മിൻ്റെ കുറേ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ സെറങ്ങൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ന്യൂട്രോജന, പോൺസ്, അതിൻ്റെ ലാക്മേയുടെ ഒക്കെ CC BB ക്രീം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല അവൈലബിൾ ആണ്. വലിയ വലിയ വിലയുള്ള ബ്രാൻഡൊക്കെ മുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലമ്മൊക്കെ അവരെന്താണ് താഴെ കൊണ്ട് വെച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. പ്ലമ്മിങ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് പോയി കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, വീട്ടു സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് പോയി. എല്ലാത്തിനും നല്ല വിലക്കുറവുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാത്തിനും നല്ല വിലക്കുറവുമുണ്ട്, നല്ല ഫ്രഷ് സാധനങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് ഇതുപോലെ മീനൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഞാനും ഇങ്ങനെ മീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഫൈറ്റർ ഫിഷ് ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. 169 രൂപയാണ് അതിന് വരുന്നത്. പിന്നെ നമ്മൾ അവരുടെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അങ്ങ് സൈഡിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മീന്, അതുപോലെ തന്നെ ഇറച്ചി, അങ്ങനെയുള്ള സെക്ഷനാണ്. അവിടെ പല വെറൈറ്റീസ് ഓഫ് മീൻ, ഞാൻ ഇന്നേ വരെ കാണാത്ത മീനുകൾ വരെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ മീനുകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കേക്കുകളുണ്ട്. ക്രിസ്മസ് അല്ലെങ്കിലും ചിലപ്പോൾ കേക്ക് കണ്ടേക്കാം. പക്ഷെ ഞാൻ ആലോചിച്ചതാണ്, ഞാനൊന്ന് പ്രവചിച്ച കേട്ടോ, ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇത്ര കേക്ക് എന്നൊക്കെ. പിന്നെ ബർത്ത്ഡേ ഐറ്റംസൊക്കെ എല്ലാം തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങാനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റി കേക്കും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ പേസ്ട്രീസും കാര്യങ്ങളും കപ്പിൽ കിട്ടുന്ന കേക്കും എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ കണ്ടത് ഈ ഒരു എന്താ പറയുക, ഇതിന് എന്നായിരുന്നു പറയുന്നത്, ഡോണറ്റ്സ്. ഓക്കെ, ഡോണറ്റ്സ് ഒക്കെ പല വിലയിലുണ്ട്. 150, 100. അപ്പോൾ 99 രൂപ വരുന്ന 4 ഡോണറ്റ്സ് വരുന്ന ഒരു സെറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡോണറ്റ്സ് ആണ്, ചോക്ലേറ്റിൻ്റെ ഡോണറ്റ്സ് ആണ്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കഴിച്ച് നോക്കിയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഡോണറ്റ്സ് ആണ്. 99 രൂപയ്ക്ക് അത് ലാഭമായിട്ട് തോന്നി. പിന്നെ കുറേ കേക്ക്സും പേസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം ഒന്നാമത് സമയം പോയി, എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു. പിന്നെ കുറേ സാലഡ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സാലഡ്സ് നല്ല തണുത്ത ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഫ്രിഡ്ജാണെന്ന് മനസ്സിലായില്ല. പിന്നെ ഓരോ സാധനം എടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു തണുപ്പ് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായി, ഇതുപോലത്തെ ഒക്കെ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലേ, ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കേക്ക്സ്, എവിടെ നോക്കിയാലും കേക്ക്സാണ്. ഇതൊക്കെ ആരൊക്കെ കഴിച്ച് തീർക്കുന്നവ. വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഈ ഒരു സോസേജും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ഇന്നേ വരെ സോസേജ് കഴിച്ചിട്ടില്ല. ഓരോ ഇംഗ്ലീഷുകാരൊക്കെ സോസേജൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചില മലയാളികളൊക്കെ സോസേജ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ വിനീത എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി ഇതേപോലെ സോസേജൊക്കെ കഴിക്കുന്നത്. അപ്പം എനിക്ക് സോസേജ് കഴിക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ സോസേജിനെങ്ങാണ്ട് 100 200 ആണെന്ന് തോന്നുന്നു, 200 സംതിങ് ആണ് സോസേജിൻ്റെ റേറ്റ് വരുന്നത്. ഇന്നേ വരെ സോസേജ് കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയൊക്കെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയാൻ മേല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രോളി എടുത്തത് വെറുതെ ആയിപ്പോയെന്നാണെന്ന് തോന്നുന്നത്. ആകെ 2-3 സാധനമേ ഉള്ളൂ, കൈ പിടിക്കാവുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഓരോരുത്തരും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഒരു തിരക്കും ക്യൂ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സൊക്കെ ആ ഒരു സൈഡിൽ കാണാൻ പറ്റും. പിന്നീടൊരു ദിവസം വരുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറേ മിഠായികൾ, ഇഷ്ടംപോലെ മിഠായികൾ.
പിന്നെ ആൾക്കാരെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ആ സമയത്ത് ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് ഐസ്ക്രീംസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീംസിനാണെങ്കിലും എല്ലാത്തിനും പാതി വിലയാട്ടോ അവരെടുക്കുന്നത്, മുഴുവൻ പകുതി വിലയാണ്. നല്ല ഓഫറായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ലുലുവിൽ ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരം ഞങ്ങളും 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലല്ലോ, ലുലു മാൾ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ആ സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ലുലു മാളിനോട് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ഇനിയും അടുത്തൊരു ദിവസം ലുലു മാളിൽ വരണം. ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരിക്കൽ കൂടി വരണമെന്നുണ്ട്. അപ്പോൾ സന്ധ്യ ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റൊന്നും കത്തിക്കാൻ ആയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാറും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വണ്ടികളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ തിരക്ക്. അങ്ങനെ ഞാൻ അമ്മേനെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ അമ്മ എനിക്കും കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ. ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക് തിരിച്ച്. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം അല്ലേ വരത്തില്ലേ? വരും. അതെ വരും. അപ്പോൾ ശരി, ബൈ ബൈ.